നീറ്റ് പരീക്ഷയിൽ നിന്ന് തമിഴ്നാടിനെ ഒഴിവാക്കണമെന്ന് മുഖ്യമന്ത്രി വിജയ്. കൂടാതെ 12ാം ക്ലാസ് പരീക്ഷയുടെ മാർക്കിന്റെ മാത്രം അടിസ്ഥാനത്തിൽ പ്രവേശനം നൽകുന്ന സംവിധാനം വേണമെന്നും വിജയ് ആവശ്യപ്പെട്ടു. ഇതുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാരിനോട് മുഖ്യമന്ത്രി ആവശ്യമുന്നയിച്ചു. നീറ്റ് പരീക്ഷയിൽ നിന്ന് തമിഴ്നാടിനെ ഒഴിവാക്കണമെന്ന് മുഖ്യമന്ത്രി വിജയ്. കൂടാതെ 12ാം ക്ലാസ് പരീക്ഷയുടെ മാർക്കിന്റെ മാത്രം അടിസ്ഥാനത്തിൽ പ്രവേശനം നൽകുന്ന സംവിധാനം വേണമെന്നും വിജയ് ആവശ്യപ്പെട്ടു. ഇതുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാരിനോട് മുഖ്യമന്ത്രി ആവശ്യമുന്നയിക്കുകയും ചെയ്തു. മാത്രമല്ല, തമിഴ്നാടിന്റെ താൽപര്യങ്ങൾ പൂർണ്ണമായി സംരക്ഷിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാരുമായി സഹകരിച്ചു പ്രവർത്തിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ ഡൽഹിയിൽ ചേർന്ന നീതി ആയോഗ് യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കൂടാതെ നീറ്റ് പരീക്ഷയോടുള്ള തമിഴ്നാടിന്റെ പരമ്പരാഗതമായ എതിർപ്പ് നീതി ആയോഗ് യോഗത്തിലും പരസ്യമാക്കി തന്നെയാണ് വിജയ് പറഞ്ഞത്. മെഡിക്കൽ പ്രവേശനത്തിന് നീറ്റ് പരീക്ഷ ഒഴിവാക്കണമെന്ന ആവശ്യം വീണ്ടും ആവർത്തിക്കപ്പെട്ടു. അതായത് കേന്ദ്രത്തിന്റെ ത്രിഭാഷാ നയത്തോടുള്ള തമിഴ്നാടിന്റെ വിയോജിപ്പും വിജയ് ഇവിടെ തുറന്നടിച്ചു. സമഗ്ര ശിക്ഷാ അഭിയാൻ പദ്ധതിയുടെ ഫണ്ട് യാതൊരുവിധ നിയന്ത്രണങ്ങളുമില്ലാതെ സംസ്ഥാനത്തിന് എത്രയും വേഗം ലഭ്യമാക്കണമെന്നും കേന്ദ്രത്തോട് മുഖ്യമന്ത്രി വിജയ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. 2017 കേന്ദ്രം നീറ്റ് നിർബന്ധമാക്കുന്നതുവരെ +2 മാർക്കിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ഇവിടെ മെഡിക്കൽ പ്രവേശനം. തമിഴ്നാട്ടിലെ വിദ്യാർത്ഥികൾക്ക് നീറ്റ് യോഗ്യത പരിഗണിക്കാതെ +2 മാർക്കിന്റെ അടിസ്ഥാനത്തിൽ മെഡിക്കൽ പ്രവേശനം നടത്താൻ അനുവദിക്കുന്ന ബില്ല് നിയമസഭ 2 തവണ പാസാക്കി അയച്ചെങ്കിലും അതിന് ഇതുവരെ രാഷ്ട്രപതിയുടെ അംഗീകാരം ലഭിച്ചിട്ടില്ല എന്നതും മറ്റൊരു കാര്യമാണ്. എന്തായാലും മുഖ്യമന്ത്രി വിജയുടെ തീരുമാനം എത്രത്തോളമാണ് മാറ്റം സൃഷ്ടിക്കാൻ പോകുക എന്ന് തന്നെയാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. ന്യൂസ് ഡെസ്ക് സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.